അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മതൻ ലിൽ ആലമീൻ വബഅദ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം എല്ലാവരും റമദാനിൽ ഒരിക്കൽ കൂടി ഒരുമിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഏറെ പ്രാധാന്യമുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ഭൗതികപരമായി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഓരോ വിജയിയുടെ ജീവിതവും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അവർ കൃത്യമായി ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചവരായിരിക്കും ഓരോ സക്സസ്ഫുൾ പീപ്പിളും. ഒരു വിശ്വാസിയുടെ ജീവിതവും അപ്രകാരമാണ്. കൃത്യമായി ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് അവൻ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മാലുക്കളാവാൻ വേണ്ടിയിട്ടാണ് റമദാൻ നോമ്പ് നാം നിർബന്ധമാക്കിയത് എന്ന്. സത്യത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ചെയ്യുക, അവൻ നിരോധിച്ചത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷത. അതിൽ പ്രധാനമായും ഒരു മനുഷ്യൻ്റെ ഹൃദയം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ ഹൃദയത്തിൽ മറ്റുള്ളവരോട് അസൂയയില്ല, മറ്റുള്ളവരോട് പകയില്ല, എല്ലാവരോടും സ്നേഹം അത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ധർമ്മം എന്നുള്ളത്. ഇതിന് നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും കടന്നു വരുന്നൊരു ചരിത്രമുണ്ട്. പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ സ്വഹാബികളോടായിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, ഈ വാതിലിലൂടെ ഒരു മനുഷ്യൻ കടന്നു വരാനുണ്ട്. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ്. അപ്പോൾ സ്വഹാബികളെല്ലാം വളരെയധികം ക്യൂരിയസ് ആയിട്ട് നോക്കി, ആരാണ് ആ വരുന്ന സ്വഹാബി എന്ന്. മറ്റാരുമായിരുന്നില്ല, സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം കടന്നു വന്നു, ആ സദസ്സിലിരുന്നു. അങ്ങനെ സദസ്സിൻ്റെ അവസാന സമയം അദ്ദേഹം സദസ്സ് കഴിഞ്ഞ് തിരിച്ചുപോയി. എന്നാൽ ആ സദസ്സിൽ തന്നെയുള്ള അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയുടെ പിന്നിൽ നടന്നു പോവുകയാണ്. എന്താണ് ഈ സ്വഹാബിക്ക് ഇത്രത്തോളം പ്രാധാന്യം? പ്രവാചകർ എന്തുകൊണ്ടാണ് ഈ സ്വഹാബി അഹ്ലുൽ ജന്നയാണ് എന്ന് പറഞ്ഞത് എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ഈ സ്വഹാബിയുടെ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്ന് 2-3 ദിവസം താമസിക്കുകയാണ്. 3-ാമത്തെ ദിവസവും താമസിച്ചിട്ട് ആ സ്വഹാബിയിൽ നിന്ന് കൂടുതൽ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും നിസ്കരിക്കുന്നത് പോലെയുള്ള സാധാരണ നിസ്കാരം, എല്ലാവരും നോമ്പ് നോൽക്കുന്നത് പോലെയുള്ള സാധാരണ നോമ്പ് നോൽക്കൽ, എല്ലാം സാധാരണക്കാരനെ പോലെ. അപ്പോൾ അവസാന സമയം തിരിച്ചു പോരുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയോട് ചോദിച്ചു, സ്വഹാബി, അങ്ങയെക്കുറിച്ച് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് സ്വർഗാവകാശിയാണ് എന്ന്. എനിക്ക് അങ്ങയിൽ നിന്ന് കൂടുതലൊന്നും കാണാൻ സാധിച്ചിട്ടുമില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പൊരുളെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറയുന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്വഹാബി, എൻ്റെ കൽബിൽ ഒരാളോടും ദേഷ്യമില്ല, എനിക്കെല്ലാവരോടും സ്നേഹമാണ്, എനിക്കൊരാളോടും പകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒരു ഹദീസാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.